ചുഴലി മൗലവിയിലെ. ഹലോ, ചുഴലി മൗലവിയിലെ. ആര്? ചുഴലി അബ്ദുള്ള മൗലവിയല്ലേ? അതെ അതെ അതെ. ഞാൻ വാട്സപ്പില് നിങ്ങളെ മകൻ പേരറിയില്ല, ചുഴലി ഉസ്താദിന്റെ മൗലവിയുടെ മകനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ വോയിസ് കേട്ടിരുന്നു. അത് ഹലോ, അപ്പൊ അദ്ദേഹമായിട്ടൊന്ന് പിന്നെ നിങ്ങളുമായിട്ട് ഒരു ഇസ്തിസ്കലി ഉമ്മത്തിക്ക എന്ന വിഷയം സംസാരിച്ചതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണമായിട്ടാണ് നിങ്ങളെ മകൻ ഒരു വോയിസ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ 9 ന്യൂനതകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചത്. അപ്പൊ നിങ്ങളെ മകനായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഒന്ന് തരുമോ? കോൺടാക്ട് നമ്പർ തന്നെ ചോദിച്ചാൽ മതിയല്ലോ, കിട്ടുമല്ലോ. ഇല്ല, അതിലില്ല. അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ പറഞ്ഞതായിട്ട് കാണുന്നില്ല. പറയാൻ കഴിയില്ല. അല്ല, നിങ്ങളെ മകന്റെ നമ്പർ നിങ്ങൾക്ക് തരുന്നതിന് ബുദ്ധിമുട്ട് എന്താണ്? അദ്ദേഹം അതിൽ പറഞ്ഞ വിഷയങ്ങളെ പറ്റി ഒന്ന് ചോദിക്കാനാണ്. അതെ, ചോദിച്ചോ, നമ്പർ സംഘടിപ്പിച്ചിട്ട് ചോദിച്ചോ. അതുകൊണ്ടല്ലേ സ്വന്തം ബാപ്പാനോടല്ലേ ഞാൻ ചോദിക്കുന്നത് മകന്റെ നമ്പറിന്. അതിൽ കൂടുതൽ വേറെ ആരോട് ചോദിക്കേണ്ടത്? മകന്റെ നമ്പറും പോയി നടക്കല്ല ബാപ്പാക്ക് വേണ്ടി. അപ്പൊ സ്വന്തം മകന്റെ നമ്പർ പോലും നിങ്ങളെ കയ്യിലില്ലേ? ചുഴലി അബ്ദുള്ള മൗലവിയുമായി സംസാരിച്ച ഫോൺ ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞല്ലോ. സ്വന്തം മകൻ മകന്റെ നമ്പർ ബാപ്പാനോട് ചോദിച്ചപ്പോ ചുഴലി അബ്ദുള്ള മൗലവിയാകുന്ന ബാപ്പ പറയുന്നു, മകന്റെ നമ്പറും പേറി നടക്കുകയാണോ എന്റെ പണിയെന്ന്. നിങ്ങൾ ബുദ്ധിയുടെ സമൂഹം ഇതിൽ നിന്ന് വിഷയങ്ങൾ വായിച്ചെടുക്കാം, മനസ്സിലാക്കാം. കാരണം ചുഴലി അബ്ദുള്ള മൗലവി പ്രാമാണികമായി ഉത്തരമില്ലാതെ കുടുങ്ങി മറിഞ്ഞപ്പോ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇരുട്ടിന്റെ മറവിൽ എന്ന് ഞാൻ പറയാൻ കാരണം, യാതൊരു മേൽവിലാസവും വെക്കാതെ, അഡ്രസ്സ് വെക്കാതെ, കോണ്ടാക്ട് ചെയ്യാനുള്ള ബന്ധപ്പെടാനുള്ള നമ്പർ വെക്കാതെ അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറ പിടിച്ചുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഇറക്കുകയും അതിൽ വ്യക്തമായി പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇല്ലാ കഥകൾ വെച്ചു കെട്ടിക്കൊണ്ട് അവതരിപ്പിച്ചപ്പോൾ അത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ബാപ്പായോട് തന്നെ, ബാപ്പയാകുന്ന ചുഴലി അബ്ദുള്ള മൗലവിയോട് തന്നെ മകന്റെ നമ്പർ ചോദിച്ചപ്പോ ഉള്ള ഒളിച്ചോട്ടമാണ് നിങ്ങൾ കണ്ടത്. ആദർശം ചോർന്നുപോയ മുഴുവൻ കക്ഷികളുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്.